പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചൊരാഗ്രഹമല്ല എൻ്റെ ഒരു പോലീസ് ഓഫീസറായിട്ട് അല്ലെങ്കിൽ ഒരു സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യണമെന്നത്. ചെറുപ്പം മുതൽ നമ്മൾക്ക് എല്ലാവരും ചോദിക്കത്തില്ല, നിനക്ക് വലുതാകുമ്പോൾ എന്താവണം? അങ്ങനെ എന്നോട് ചോദിക്കുന്ന സമയത്ത് എനിക്കൊരു പോലീസ് ഓഫീസറാവണം എന്നാണ് റിപ്ലൈ കൊടുത്തിരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചു എല്ലാവരെയും പോലെ അത് ആ കുട്ടിക്കാലത്ത് തോന്നുന്ന ചെറിയൊരു ക്യൂരിയോസിറ്റി മാത്രമാണെന്ന്. പക്ഷേ അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ വളർച്ചയ്ക്കൊപ്പം എൻ്റെ ആഗ്രഹവും വളർന്നു. അങ്ങനെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അപ്പനോട് പറഞ്ഞു, അപ്പൂപ്പ എനിക്കൊരു പോലീസ് ഓഫീസറാവണം, പക്ഷേ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണമെന്നൊന്നും എനിക്കറിയണം, ഈ +2 ഒക്കെ കഴിഞ്ഞാൽ ഞാൻ പരീക്ഷ എഴുതാൻ പറ്റുമോ? അപ്പോൾ അപ്പൂപ്പൻ എന്നോട് പറഞ്ഞു, ഞാൻ ജോലിക്ക് പോകുന്ന സ്ഥലത്ത് പോലീസുണ്ട്, പട്ടാളമുണ്ട്, വക്കീലുണ്ട്, ഡോക്ടറുണ്ട്, അങ്ങനെ കുറേ നല്ല നല്ല ഉദ്യോഗസ്ഥരുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിട്ട് മോൾക്ക് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം ജോലിക്ക് പോയിട്ട് അവരോട് ചോദിച്ചു എത്ര പൊക്കം വേണം, എത്ര വണ്ണം വേണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, എത്ര എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പൂപ്പൻ വന്നിരുന്നത് എനിക്ക് പറഞ്ഞുതരും. പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ അനിയന്മാരും അനിയത്തിയും ഒക്കെ എന്നെ കളിയാക്കുമായിരുന്നു. അപ്പൂപ്പനറിയാം ആ ഒരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ടെന്ന്. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്ത് വെക്കാൻ തുടങ്ങി. +2 പാസ്സായി. പിന്നെ ഡിഗ്രിക്ക് അഡ്മിഷൻ ഇട്ടപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ എനിക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടി. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തോട്ട് ഞാനൊരു യാത്ര എങ്ങി വന്നു. ബാക്കി കഥ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.